ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് നഹ്മദുല്ലാഹ വനുസല്ലി വനുസല്ലിമു അലാ റസൂലില്ലാ സയ്യിദിന വ ഹബീബിന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ എൻ്റെ പ്രിയ സുഹൃത്ത് ആദരണീയനായ ജാഫർ അത്തോളി സാഹിബ്, ഉദ്ഘാടനം നിർവഹിച്ച ഡോക്ടർ ജലീൽ, എൻ്റെ പ്രിയ സുഹൃത്ത് ലിയാഖത്ത് അലി, വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ പ്രിയങ്കരായ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ചെകന്നൂർ മൗലവിയുടെ തിരോധാനം സംഭവിച്ചിട്ട് 32 വർഷങ്ങളായി. എല്ലാ വർഷവും ഇതുപോലെ അദ്ദേഹത്തെ നേരിൽ കാണുകയോ സ്നേഹിക്കുകയോ കേട്ടറിയുകയോ ഒക്കെ ചെയ്ത ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുകയും അദ്ദേഹത്തിൻ്റെ ഈ ഒരു രക്തസാക്ഷിത്വത്തെ അനുസ്മരിക്കുകയും അവരവരുടേതായ രീതിയിൽ അദ്ദേഹത്തെ ഓർമ്മിക്കുകയും ചെയ്യുന്ന പതിവ് കഴിഞ്ഞ 3 പതിറ്റാണ്ടായി കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷവും അത് മുടക്കമില്ലാതെ നടക്കുന്നു. മൗലവി ചേകന്നൂർ ഇങ്ങനെ ഓർത്തോർത്ത് ഒരു ഇതിഹാസ സമാനനായ അല്ലെങ്കിൽ ഒരു മിത്തുവൽക്കരിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നുണ്ടോ എന്ന് സംശയിക്കുമാറ് ആണ് ഈ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ചിലപ്പോഴൊക്കെ തോന്നിപ്പോകും. മൗലവി അനുസ്മരിക്കപ്പെടേണ്ടത് എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ചുള്ള തികച്ചും രാഷ്ട്രീയമായ ഒരു അന്വേഷണമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാറുള്ളത്. മൗലവി എങ്ങനെയാണ് പ്രസക്തനാകുന്നത്, മൗലവി എങ്ങനെയാണ് അനുസ്മരിക്കപ്പെടേണ്ടത് എന്നുള്ളതാണ്. മൗലവി മുന്നോട്ട് വെച്ച മതദർശനങ്ങളും മൗലവിയുടേതെന്ന് എന്ന നിലയിൽ ഇന്ന് ഈ വേദിയിലും അല്ലാതെയും പറയപ്പെടുന്ന ദർശനങ്ങളും വിയോജിക്കാൻ മാത്രം ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ ഈ വേദിയിൽ പറഞ്ഞ ഡോക്ടർ ജലീലാകട്ടെ, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണമാണ് ഞാൻ കേട്ടത്. അതിന് മുമ്പ് കേട്ടത് ഒന്ന് പറഞ്ഞത് ഞാൻ കേട്ടില്ല. ജലീൽ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്ന മൗലവിയുടേതെന്ന പേരിൽ ആരോപിക്കപ്പെടുന്ന, അത് മൗലവിയുടേതാണെന്ന് പോലും ഞാൻ വിചാരിക്കുന്നില്ല, മൗലവിയുടേതെന്ന പേരിൽ ആരോപിക്കപ്പെടുന്ന ഈ വലിയ എന്തെന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന ഈ ദർശനങ്ങളൊന്നും മൗലവിയുടേതല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ അടിസ്ഥാനങ്ങളോട്, ആ തത്വങ്ങളോടൊന്നും ഒട്ടും യോജിക്കാതെ തന്നെ മൗലവി എങ്ങനെയാണ് അനുസ്മരിക്കപ്പെടേണ്ടത്, മൗലവി എങ്ങനെയാണ് പ്രസക്തനാകുന്നത് എന്ന ഒരു രാഷ്ട്രീയമായ ചോദ്യമാണ് ഉയർത്തപ്പെടേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് ഇതിൻ്റെ സംഘാടകരോട് കഴിഞ്ഞ തവണത്തേതുപോലെ ഇത്തവണയും പറയാനുള്ളത്, നിങ്ങളുടെ ഈ ഒരു മതദർശനമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ദർശനങ്ങളെന്ന് വിചാരിക്കുന്ന ദർശനങ്ങളുടെ പ്രചാരണമാക്കി ഇത്തരത്തിലുള്ള വേദികളെ മാറ്റുന്നതിന് പകരം ഇത് തികച്ചും വളരെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു നിലപാട് തറയാക്കി ഇതിനെ വികസിപ്പിക്കേണ്ടതുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളുടെ ആശയങ്ങൾ എന്തോ ആവട്ടെ, അത് 3 നേരത്തെ നിസ്കാരമോ 5 നേരത്തെ നിസ്കാരമോ പരലോകമോ പിന്നെ എന്താണ് സ്വലാത്തോ തഖ്വയോ അതെന്തോ ആവട്ടെ, അതൊന്നും തിരിയുന്നവരും തിരിയാത്തവരൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതൊന്നും ചർച്ച ചെയ്യാൻ മനുഷ്യർക്ക് ഇപ്പോൾ ഇഷ്ടമല്ല. നിങ്ങളുടെ ഈ വന്നിരിക്കുന്നവരുടെ സമയം നിങ്ങൾ മെനക്കെടുത്താതെ മൗലവിയെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യൂ. മൗലവി ഈ ലോകത്ത് പ്രസക്തനാകുന്നത് എങ്ങനെയാണ്, ഈ കാലത്ത് പ്രസക്തനാകുന്നത്, മൗലവി എങ്ങനെയാണ് ഒരു ജനാധിപത്യത്തിന് ഒരു കറുത്ത പുള്ളിയായി മാറുന്നത്, മൗലവി എന്തുകൊണ്ടാണ് കേരളീയ സമൂഹത്തിൻ്റെ മുന്നിൽ ചോദ്യചിഹ്നമായി മാറുന്നത്, എങ്ങനെയാണ് ഒരു സമൂഹം ഷണ്ഡീകരിക്കപ്പെടുന്നത് എന്നതിൻ്റെ ഉത്തരമാണ് മൗലവിയിലൂടെ നമ്മൾ അന്വേഷിക്കേണ്ടത്. മൗലവി പറഞ്ഞത് ശരിയോ തെറ്റോ അത് മറ്റൊരു വിഷയമാണ്. മറിച്ച് മൗലവി, ചേകന്നൂർ മൗലവി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ബോധ്യങ്ങൾ ഇവിടെ പറഞ്ഞപ്പോൾ അദ്ദേഹം ഇല്ലായ്മ ചെയ്യപ്പെട്ടു എന്നുള്ളത് കേരളീയ സമൂഹത്തിന് മേൽ എപ്പോഴും കേരളീയ സമൂഹത്തിന് മേൽ കറുത്ത നിഴലായി നിൽക്കുന്നുവെന്നും
ഇനിയും സാക്ഷരരെന്നും ഉത്ബുദ്ധരെന്നും പ്രബുദ്ധരെന്നും സാക്ഷരതയിൽ മുമ്പരെന്നും ഒക്കെ പറയുന്ന ഈ സൊസൈറ്റി എത്രമേൽ നിന്ദ്യമായാണ് ഒരു മനുഷ്യനോട് അദ്ദേഹത്തിൻ്റെ ജീവിക്കാനുള്ള അവകാശത്തോട് ക്രൂരമായ മൗനം പാലിക്കുന്നത് എന്നും ഉള്ള ചോദ്യമാണ് ഉയർത്തേണ്ടത്. മറ്റുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി നിങ്ങൾ മറ്റ് സദസ്സുണ്ടാക്കുക, അതിനുവേണ്ടി വേറൊരു ചർച്ച ഉണ്ടാക്കുക. അതിലേക്ക് ഇപ്പോൾ ഇവിടെ വരുന്നത് ഒരു ജനാധിപത്യത്തിൻ്റെ പ്രശ്നം എന്നുള്ള നിലക്കാണ്. മൗലവി അദ്ദേഹത്തിൻ്റെ ബോധ്യങ്ങളാണ് പറഞ്ഞത്. അത് അദ്ദേഹത്തിൻ്റെതായ ഭാഷയിൽ, അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ, അദ്ദേഹം തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൊരു വഴിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം എന്ത് പറഞ്ഞു, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പിൻഗാമികളെന്ന് പറയുന്നവരെന്ത് പറയുന്നു എന്നുള്ളത് താരതമ്യം ചെയ്യാൻ ഞാനിപ്പോൾ നിൽക്കുന്നില്ല. ഏതായാലും അത് വളരെ വ്യക്തമായ വ്യത്യസ്തതകളുള്ള ധാരകളായി സഞ്ചരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. അങ്ങനെ മൗലവി കേരളത്തിലുടനീളം പറഞ്ഞു. അന്നോളം കണ്ടിട്ടില്ലാത്തൊരു മതസംവാദ ശൈലി അദ്ദേഹം രൂപപ്പെടുത്തി. വലിയ വായിൽ പ്രസംഗിച്ച് ജനങ്ങളെ ഭീതിപ്പെടുത്തി, ഭയപ്പെടുത്തി, ജനങ്ങളിൽ നിന്ന് പണമൂറ്റുന്ന ഒരു പൗരോഹിത്യ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യൻ്റെ ബുദ്ധിയോട്, മനുഷ്യൻ്റെ യുക്തിചിന്തയോട് മൗലവി സംവദിച്ചു. ആഴത്തിൽ അവനോട് ചോദ്യങ്ങൾ ചോദിച്ചു. പുതിയ തലമുറയെ അദ്ദേഹം ആകർഷിച്ചു, സ്ത്രീകളെ അദ്ദേഹം ആകർഷിച്ചു. അദ്ദേഹം നിരന്തരമായി ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നു. ഇതാണോ ദൈവം? ഇതാണോ പ്രവാചകൻ? ഇതാണോ പ്രമാണം? ഇതാണോ ആരാധന? എന്ന് നിരന്തരമായി ചോദിച്ചു കൊണ്ടിരുന്നു. ഈ ചോദ്യം കേരളത്തിൽ പ്രകമ്പനം സൃഷ്ടിച്ചു. ഇന്നത്തെ ഈ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലത്ത് കേരളത്തിലെ ഓരോ മുക്കിലും മൂലയിലും ചേകന്നൂർ എന്ന പേര് കേൾക്കുമ്പോൾ പോലും പള്ളിയുടെ ഉള്ളിൽ നിന്ന് ഞെട്ടിയുണരുന്ന അവസ്ഥയുണ്ടായി. ഇതുവരെ പഠിച്ച കിതാബുകളൊന്നും പോരാ എന്ന് തോന്നി തുടങ്ങി. എവിടെയൊക്കെ തപ്പണം എന്ന് പരസ്പരം കൂടിയാലോചിച്ചു. ഞാൻ ദർസിൽ പഠിക്കുന്ന കാലമാണത്. ദർസിൽ പഠിക്കുന്ന കാലത്ത് മൗലവി ചേകന്നൂർ എന്ന പേര് ദർസിലെ കുട്ടികൾ ഉച്ചരിക്കുന്നത് പോലും വിലക്കപ്പെട്ടിരുന്നു. അത്തരത്തിലുള്ള ഒരു ചുറ്റുപാടിൽ നിന്ന് ഞാൻ അഴിയൂർ ചുങ്കം എന്ന് പറയുന്ന, മാഹിക്കടുത്ത് അഴിയൂർ ചുങ്കത്ത് ഇന്നും ജീവിച്ചിരിക്കുന്ന TS ഇബ്രാഹിം മുസ്ലിയാർ എന്ന് പറയുന്ന ഉസ്താദിൻ്റെ കീഴിൽ ദർസിൽ പഠിക്കുന്ന സമയത്ത് മൗലവി ചേകന്നൂർ തലശ്ശേരിയിൽ വരുന്നുണ്ട്. ചേകന്നൂർ മൗലവി തലശ്ശേരിയിൽ വരുമ്പോൾ ഞങ്ങൾ കുട്ടികൾക്ക് എങ്ങാനും പൊയ്ക്കളയുമോ, ഒരിക്കലും പോകാൻ ഒരു സാധ്യതയുമില്ല, എങ്കിൽ പോലും എങ്ങാനും പൊയ്ക്കളയുമോ എന്ന് ആശങ്കിച്ച് അന്ന് നേരം വെളുക്കുന്നത് വരെ മൗലൂദ് ഉണ്ടാക്കിയത് ഞാൻ ഓർക്കുന്നു. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഭയന്ന് തങ്ങളുടെ ആവനാഴിയിലെ സകല ആയുധങ്ങളും നിഷ്പ്രഭമായി പോകുന്നത് വിഭ്രാന്തിയോടെ തിരിച്ചറിയുന്ന ഒരു പൗരോഹിത്യം. ഇവിടെയാണ് ചേകന്നൂർ മൗലവിയെ നേരിടാൻ അവർ അവസാനത്തെ ആയുധം പ്രയോഗിക്കേണ്ടി വന്നത്. മൗലവിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരവില്ലായിരുന്നു. മൗലവി എഴുതിയിട്ടുണ്ട്, അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കുന്തമുന പോലുള്ള ചോദ്യങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അദ്ദേഹം അയച്ചു. ഒരു പണ്ഡിതൻ എങ്ങനെയാണ് ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കേണ്ടത് എന്നത് മൗലവി ചേകന്നൂരിൽ നിന്നാണ് നമ്മളൊക്കെ പഠിക്കേണ്ടത്. അദ്ദേഹം ഇബ്നു ബാസിന് കത്തെഴുതി, അദ്ദേഹം മൗദൂദിക്ക് കത്തെഴുതി, റഷീദ് റളിക്ക് കത്തെഴുതി. അന്ന് ലോകത്ത് ജീവിച്ചിരുന്ന ആളുകൾക്കെല്ലാം, റഷീദ് റളി ഉണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല, അന്ന് ലോകത്ത് ജീവിച്ചിരുന്ന പ്രധാനപ്പെട്ട പണ്ഡിതന്മാർക്കെല്ലാം അദ്ദേഹം കത്തെഴുതി. എല്ലാവരോടും ചോദിച്ചു, നിങ്ങൾ മറുപടി പറയണം. ആരും മറുപടി നൽകിയില്ല. മൗദൂദി മാത്രം എനിക്കറിയില്ല, പഠിക്കേണ്ടതാണ് എന്നൊരു മറുപടി കിട്ടിയെന്നാണ് മൗലവി എഴുതിയിട്ടുള്ളത്. അങ്ങനെ ധീരമായി ആർജവത്തോടെ തൻ്റെ അറിവിൽ, തൻ്റെ ബോധ്യത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയം അത്രമേൽ വലുതായിരുന്നു. അങ്ങനെ എല്ലാവരെയും, ഇന്ന് ശംസുൽ ഉലമ എന്ന് പറയുന്ന EK അബൂബക്കർ മുസ്ലിയാർ ഉൾപ്പെടെയുള്ള ആളുകൾ, EK ഹസൻ മുസ്ലിയാർ ഉൾപ്പെടെയുള്ള ആളുകൾ, ഇവരൊക്കെയും ചേർന്ന് ഒരു വലിയ കോട്ട നിർമ്മിച്ചു അപ്പുറത്ത്. പക്ഷേ ചേകന്നൂർ മൗലവി ഇപ്പുറത്ത് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് വളരെ സരളമായി താർക്കിക യുക്തിയെക്കുറിച്ച് പറയുമ്പോൾ കേവലമായ താർക്കിക യുക്തി ആയിരുന്നില്ല മൗലവിക്കുണ്ടായിരുന്നത്. മൗലവിക്ക് യഥാർത്ഥത്തിൽ തന്നെ പാണ്ഡിത്യം ഉണ്ടായിരുന്നു.
താർക്കിക യുക്തി കൊണ്ട് ഇപ്പം പേരോടും EN ഇബ്രാഹിം മൗലവിയും നടത്തിയ വാഴക്കാട് സംവാദത്തെക്കുറിച്ച് നമുക്കറിയാമല്ലോ. പണ്ഡിതനായ നിങ്ങൾ ഇങ്ങനെ പറയാമോ എന്ന് EN ഇബ്രാഹിം മൗലവി ചോദിച്ചപ്പോൾ ഞാൻ പണ്ഡിതനാണെന്ന് നിങ്ങൾ സമ്മതിച്ചുവല്ലേ എന്ന് പറയുന്ന ഒരു താർക്കിക യുക്തി ഉണ്ടല്ലോ. ആ താർക്കിക യുക്തി ഒന്നുമല്ല, കൃത്യമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു മൗലവി സംവദിച്ചത്. അതിനെ നേരിടാനുള്ള ഒരു വകുപ്പും ഇല്ലാതെയായ ഒരു ഘട്ടത്തിലാണ് മൗലവിയെ ഇവർ അപകടത്തിൽപ്പെടുത്തുന്നതും ഇല്ലാതാക്കി കളയുന്നതും. ഈ ഒരു കാര്യമാണ് പ്രശ്നവൽക്കരിക്കേണ്ടത്. ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഇടത് വലത് രാഷ്ട്രീയ മുന്നണികളൊക്കെ വലിയ തോതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ ഇക്കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെയും. പക്ഷേ ഇന്നേ വരെ നമ്മുടെ നിയമസഭയിൽ ചേകന്നൂർ മൗലവി ഒരു സബ്മിഷനായി വന്നിട്ടില്ല. ചേകന്നൂർ മൗലവിയെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യവും ഉന്നയിക്കപ്പെട്ടിട്ടില്ല. ഇടതും ചോദിച്ചിട്ടില്ല, വലതും ചോദിച്ചിട്ടില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇവിടെയുള്ള എല്ലാ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും വാദിക്കുന്ന ഇടതുപക്ഷ മാർക്സിസ്റ്റ് മുന്നണികളെല്ലാം എല്ലാവരും ഇവരാരും ഒരു ചോദ്യവും ഇന്നേ വരെ ചോദിച്ചിട്ടില്ല. ഞാൻ ഇന്നലെ ജലീൽ ഡോക്ടറോട് ചോദിക്കുകയായിരുന്നു, രാഷ്ട്രീയക്കാരെ വിളിച്ചൂടെ? രാഷ്ട്രീയക്കാരെ വിളിക്കുമ്പോൾ വരാമെന്ന് സമ്മതിക്കും, അവസാനം അവർ വരില്ല എന്ന് ഉറപ്പാണ്. ഞങ്ങൾ ഒരു മുസ്ലിം വുമൻസ് കോൺഫറൻസ് സംഘടിപ്പിച്ചു 2023 മാർച്ച് മാസത്തിൽ നളന്ദ ഓഡിറ്റോറിയത്തിൽ. അതിലേക്ക് ഞങ്ങൾ എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും വിളിച്ചു. അതിൽ കോൺഗ്രസ്സുകാരുണ്ട്, മാർക്സിസ്റ്റുകാരുണ്ട്, എല്ലാവരും വിളിച്ചു. MP ഉണ്ട്, MLA ഉണ്ട്, എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും വരാമെന്ന് സസന്തോഷമേറ്റു. ഞങ്ങൾ പറഞ്ഞത് മുസ്ലിം പെൺകുട്ടികൾക്ക് പകുതി മാത്രം കൊടുക്കുന്ന, മുസ്ലിം സ്ത്രീകൾക്ക് പകുതി കൊടുക്കുന്ന ആ രീതി ഇല്ലാതാക്കപ്പെടേണ്ടതുണ്ട്. പുരുഷന് തുല്യമായി കൊടുക്കേണ്ടതുണ്ട്. അനാഥരായ പൗത്രന്മാർക്ക് നിഷേധിക്കുന്നത് ഇല്ലാതാക്കേണ്ടതുണ്ട്. സ്ത്രീക്കും പുരുഷനും തുല്യാവകാശം ഉണ്ടാകേണ്ടതുണ്ട്. തലാഖ് ചൊല്ലാൻ പുരുഷനുള്ള അതേ അധികാരം സ്ത്രീക്കും ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ള നിലയിൽ ചില കാര്യങ്ങളൊക്കെ വെച്ച് ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞു. പക്ഷേ അവസാന നിമിഷം പരിപാടി നടക്കുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് MLAയും MP യും ഉൾപ്പെടുന്ന വലത് ഇടതുപക്ഷ നേതാക്കളെല്ലാം ഞങ്ങളെ വിളിച്ച് പറഞ്ഞത് ഞങ്ങൾക്ക് വരാനൊക്കില്ല എന്നായിരുന്നു. അതിന് കാരണം വോട്ട് ബാങ്ക് അപ്പുറത്താണ് എന്നുള്ളതാണ്. ഇത് തന്നെയാണ് മൗലവിയുടെ കാര്യത്തിൽ ഒരു സബ്മിഷനായി നിയമസഭയിൽ ഇന്നോളം വരാത്തതിൻ്റെ കാരണം, ഒരു ചോദ്യമായി ഉന്നയിക്കപ്പെടാത്തതിൻ്റെ കാരണം, ചേകന്നൂർ മൗലവി എവിടെ എന്നൊരു സാമാജികനും ചോദിക്കാത്തതിൻ്റെ കാരണം, ഒരു രാഷ്ട്രീയ വേദിയിലും ഇതൊരു ചൂടുള്ള ചർച്ചാ വിഷയമായി വരാത്തതിൻ്റെ കാരണം മൗലവിക്ക് വലിയ വോട്ട് ബാങ്കില്ല എന്നുള്ളതാണ്. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊരു ചൂടുള്ള രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരണം. ഇത് മൗലവിയുടെ കൂടെ നിൽക്കുന്നവരുടെ പ്രഥമ ബാധ്യതയാണ്. നിസ്കാരം 5 3 എത്രയോ ജനങ്ങൾ നിസ്കരിച്ചോട്ടെ, അതൊന്നും നിങ്ങൾ പ്രശ്നമാക്കണ്ട. അതൊന്നും അല്ല വിഷയം മൗലവി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇല്ലാതാക്കപ്പെട്ടിട്ട് കേരളീയ സമൂഹം എന്തുകൊണ്ട് ഇത്രയും ക്രൂരമായ മൗനം പാലിക്കുന്നു എന്നുള്ളതാണ്. നിമിഷപ്രിയക്ക് വേണ്ടി, റഹീമിന് വേണ്ടി, അതുപോലെ മറ്റുള്ളവർക്കൊക്കെ വേണ്ടി എന്ന് പറഞ്ഞ് നാം ഇവിടെ വലിയ വായിൽ ശബ്ദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷേ ഇങ്ങനെയൊരു മനുഷ്യൻ ഒരു തെറ്റും ചെയ്യാതെ ഇല്ലായ്മ ചെയ്യപ്പെട്ടിട്ട് എന്തേ അതേക്കുറിച്ച് സമൂഹത്തിന് ഒരു ബാധ്യതയുമില്ലേ എന്ന ചോദ്യമാണ് നമ്മൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടത്. ഇതൊരു സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമാണ്, ഇതൊരു ആവിഷ്കാരത്തിൻ്റെ പ്രശ്നമാണ്, ഇത് ജനാധിപത്യത്തിൻ്റെ പ്രശ്നമാണ്. എങ്ങനെയാണ് ചേകന്നൂർ മൗലവിയുടെ മരണത്തിൻ്റെ ചുരുളഴിയാതെ എങ്ങനെയാണ് കേരളീയ ജനാധിപത്യം പൂർണ്ണമാകുന്നത്? എങ്ങനെയാണ് നമ്മുടെ പ്രബുദ്ധത പൂർണ്ണമാകുന്നത്? എങ്ങനെയാണ് നമുക്ക് രാഷ്ട്രീയ സാക്ഷരത ഉണ്ടായിത്തീരുന്നത്? ഇതല്ലേ നാം പ്രശ്നവൽക്കരിക്കേണ്ടത്. ചേകന്നൂർ മൗലവിയെ പോലെ ഇനി ഒരാൾക്ക് എന്താണ് ആ കൊലപാതകം നൽകുന്ന സന്ദേശം എന്താണ്? ഇനി നിങ്ങൾ മിണ്ടരുത് എന്നാണ്. നിങ്ങൾ കണ്ടില്ലേ മദ്രസയിലെ സമയമാറ്റം? ലോകത്ത് എല്ലായിടത്തും കുട്ടികൾ രാവിലെ 7:30 പോയി 1 മണിക്ക് വീട്ടിൽ വന്ന് സുഖമായി കിടന്നുറങ്ങുകയും കളിക്കുകയും ബന്ധുവീടുകളിൽ പോവുകയും ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികൾ ഉച്ച കഴിഞ്ഞ് അവരുടെ എല്ലാ മൂടും പോയി 10 മണിക്ക് സ്കൂളിൽ പോവുകയും വൈകുന്നേരം വരെ കോട്ടുവായിട്ട് സ്കൂളിൽ ഇരിക്കുകയും ഒന്നിനും കൊള്ളാതെ തിരിച്ചു വരികയും ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് ഒരു സമയക്രമത്തിൽ 15 മിനിറ്റിൻ്റെ മാറ്റം ഉണ്ടാക്കുമ്പോഴേക്ക് മാഫിയകളെപ്പോലെ, ഗുണ്ടകളെപ്പോലെ ഇവിടെയുള്ള തലയെക്കെട്ടുകാരും അല്ലാത്തവരും താടിക്കാരും താടി ഉള്ളവരും പാൻറ് നീളമുള്ളവരും പാൻറ് നീളമില്ലാത്തവരുമായ സകല മല്ലന്മാരും ഒന്നിച്ചിരുന്നിട്ട് ഭീഷണിപ്പെടുത്തിയപ്പോൾ
എന്തേ നമ്മുടെ സാക്ഷരത എവിടെ പോയി? ഇങ്ങനെ മതക്കാരുടെയും മതഗുണ്ടകളുടെയും ഭീഷണിക്ക് വഴങ്ങിയിട്ട് സമൂഹത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കാൻ സാധ്യമല്ലെന്ന് വന്നാൽ നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത്? ഏത് നാട്ടിലാണ്? ഇത് താലിബാൻ അല്ലാതെ മറ്റെന്താണ്? എന്തെങ്കിലും അനങ്ങുമ്പോഴേക്കും ഇവരൊക്കെ ഒന്നിച്ച് മുന്നേ സൂംബ വന്നപ്പോൾ ഡാൻസ് എന്ന് പറഞ്ഞതാണ് പ്രശ്നം. സൂംബ റാത്തീബ് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇതാണ് പ്രശ്നം. സൂംബ റാത്തീബ് എന്ന് പറഞ്ഞാൽ ഇവരൊക്കെയും വരുമായിരുന്നു. സൂംബ റാത്തീബ് മദ്രസയിൽ, സ്കൂളിൽ എല്ലാവരും വരും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വരും. അത് സൂംബ റാത്തീബായി ആക്കിയാൽ മതി. ഇവർക്കൊക്കെ പ്രശ്നം അത്രേ ഉള്ളൂ. റാത്തീബിൽ നടക്കുന്നതിനേക്കാളും വലുതല്ലേ? അപ്പോൾ ഇവിടെ ഒരു സ്കൂളിൽ കുട്ടികൾക്ക് വ്യായാമം തുടങ്ങുമ്പോൾ, ഒരു സ്കൂളിൽ യൂണിഫോം ഉണ്ടാക്കുമ്പോൾ, ഒരു സ്കൂളിൻ്റെ സമയമാറ്റം നിശ്ചയിക്കുമ്പോൾ അതിനെതിരെ മാഫിയകളെ പോലെ, ഗുണ്ടകളെ പോലെ ഇവിടെ നിന്ന് തങ്ങന്മാരും തങ്ങന്മാരല്ലാത്തവരും അർദ്ധതങ്ങന്മാരും മുക്കാത്തങ്ങന്മാരും ഒക്കെ പുറത്തിറങ്ങിയിട്ട് ഈ വലിയ വായിൽ വർത്തമാനം പറയുമ്പം കേരളീയ സമൂഹത്തിന് ചോദിക്കാൻ ധാർമ്മികമായ അവകാശമില്ലേ? ഞങ്ങളുടെ വീട്ടിൻ്റെ കാര്യം തീരുമാനിക്കാൻ നിങ്ങൾ ആരാ എന്ന് ചോദിക്കണ്ടേ? ഇവരുടെ സംഘടനയുടെ കാര്യം തീരുമാനിച്ചാൽ പോരെ? ഗവൺമെൻറ് കയറി കളിക്കണോ? ഗവൺമെൻറ്റിൻ്റെ എന്തുകൊണ്ട് ഗവൺമെൻറ് ഒരു പെൺകുട്ടി 10ാം ക്ലാസ്സിൽ ഒരു പെൺകുട്ടി സ്റ്റേജിലേക്ക് കയറി സമ്മാനം വാങ്ങിയപ്പോൾ ഇറങ്ങിപ്പോണെന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ വനിതാ കമ്മീഷൻ അങ്ങോട്ട് പോയി. വനിതാ കമ്മീഷൻ്റെ പണി എന്താ? വനിതാ കമ്മീഷൻ്റെ പണി ഇവിടെയുള്ള ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് പ്രസംഗിക്കുമ്പോൾ സ്ത്രീ വിരുദ്ധത ഉണ്ടോ എന്ന് നോക്കലാണോ? പച്ചയിൽ ഒരു പെൺകുട്ടി, ആ കുട്ടിക്ക് ഞാൻ സ്ത്രീയാണെന്ന് പറയാൻ ജന്മത്തിൽ അഭിമാനത്തോടെ പറയാൻ കഴിയുമോ? എന്താ വനിതാ കമ്മീഷൻ കേസെടുത്തില്ല? ആർത്തവമുള്ളത് കൊണ്ട് 2, 3, 4 കെട്ടണമെന്ന് മൊല്ല ഇവിടെ പറഞ്ഞപ്പോൾ, ടി വിയിൽ വന്നിരുന്ന് പറഞ്ഞപ്പോൾ എന്തേ കേസെടുത്തില്ല? രാഷ്ട്രീയ മതമാഫിയകളുടെ ഭീഷണിക്ക് വഴങ്ങിയാണ് സർക്കാർ പ്രവർത്തിക്കുന്നത്. മതമാഫിയകളുടെ ഭീഷണിക്ക്, അവരുടെ ഗുണ്ടകളുടെ ഭീഷണിക്ക് വഴങ്ങിയാണ് ഇവിടെ പ്രതിപക്ഷം പ്രവർത്തിക്കുന്നത്. ഒന്നും ചെയ്യില്ല, ഒരു ചുക്കും സംഭവിക്കില്ല, ഒരു മാറ്റവും ഉണ്ടാവില്ല. ഈ മതമാഫിയകൾ ഇങ്ങനെ നിയന്ത്രിക്കാൻ അരമനകളിലും പള്ളികളിലും പള്ളിമേടകളിലും മർക്കസുകളിലും കയറി ഇറങ്ങി ഈ മത തമ്പുരാക്കന്മാരുടെ കാല് നക്കിയിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. നാണമില്ലാതെ, ഉളുപ്പില്ലാതെ. പിന്നെ എവിടെ നമുക്ക് ചേകന്നൂർ മൗലവിയുടെ ഘാതകരെ കണ്ടെത്താൻ കഴിയും? ഇല്ല. ആ സംഭവം തരുന്ന കൃത്യമായ സന്ദേശം, ഇനി എങ്ങാനും മതത്തിനെതിരെ മിണ്ടിയാൽ, എന്നോട് പറഞ്ഞിട്ടുണ്ട് ട്രെയിനിൽ വെച്ച്, കോഴിക്കോട് നിന്ന് ഞാൻ കോട്ടയത്തിന് പോകുമ്പോൾ ഒരാൾ വന്നിരുന്നിട്ട് ചേകന്നൂർ മൗലവിയുടെ അനുഭവം ഉണ്ടാകുമെന്ന്. ചേകന്നൂർ മൗലവിയുടെ അനുഭവം ഉണ്ടാകും. ഇപ്പം ചേകന്നൂർ മൗലവി ഉള്ളതിനേക്കാൾ ക്യാമറകൾ ഉള്ളതുകൊണ്ടും അതിൻ്റെ എണ്ണം വർദ്ധിച്ചതുകൊണ്ടും മാത്രമാണ് നമ്മളൊക്കെ ഇങ്ങനെ അങ്ങ് നിന്നു പോകുന്നത്. ഞാൻ പറയുന്നത്, ഇത് ഈ ഗുണ്ടകളുടെ ഭരണമാണ് നടക്കുന്നത്. മതഗുണ്ടകളുടെ ഭരണം, ഒരു സംശയമില്ല. ഇതല്ലേ ഗുണ്ടായിസം എന്ന് പറയുന്നത്? നമ്മുടെ നാട്ടിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുക? നിങ്ങൾ നോക്കിയേ. മദ്രസയിൽ പോകണം കുട്ടികൾക്ക് എന്നാണ്. മദ്രസ രാത്രി ആയിക്കോ. മദ്രസയിൽ പോകണ്ടെന്നോ മദ്രസ വേണ്ടെന്നോ പറയുന്നില്ല. നിങ്ങൾക്ക് മദ്രസയുടെ സമയം മാറ്റാം. ഇവിടെ സ്കൂളിൽ പോകുന്നത് ഹിന്ദു കുട്ടികളുണ്ട്, ക്രിസ്ത്യൻ കുട്ടികളുണ്ട്, മതമുള്ളവൻ്റെ കുട്ടികളുണ്ട്, മതമില്ലാത്തവൻ്റെ കുട്ടികളുണ്ട്, എല്ലാ കുട്ടികളുണ്ട്. എല്ലാ കുട്ടികളുടെയും കാര്യത്തിൽ അഭിപ്രായം പറയാൻ ഈ മത മാഫിയക്ക് ആരധികാരം നൽകി? ഈ തരത്തിൽ കേരളം മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിന് എങ്ങനെയാണ് ചലിക്കാൻ സാധിക്കുക? എന്ത് മാറ്റമാണ് ഉണ്ടാക്കാൻ സാധിക്കുക? ഞങ്ങൾ കുറച്ചാളുകൾ കഴിഞ്ഞ ഒരു 4-5 വർഷങ്ങൾക്ക് മുൻപ് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി 5-10 വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ദയയെക്കുറിച്ചും അനുകമ്പയെക്കുറിച്ചും അൻപിനെക്കുറിച്ചും കരുണയെക്കുറിച്ചുമുള്ള ഗുരുവിൻ്റെ പാഠങ്ങൾ പഠിപ്പിക്കണമെന്ന്, അത് സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തണമെന്ന്, ഗുരുവിനെ പഠിപ്പിച്ചാൽ ആർക്കും അലോസരം ഉണ്ടാവുകയില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ട് നേരിട്ട് പറഞ്ഞപ്പോൾ, കുട്ടികൾക്ക് അങ്ങനെയുള്ള ധാർമ്മികമായ വിദ്യാഭ്യാസം വേണം, അത് നമ്മുടെ കേരളത്തിലെ എല്ലാവർക്കും സ്വീകാര്യനായിട്ടുള്ള ഗുരുവിൻ്റെ സന്ദേശങ്ങളാകുമ്പോൾ അത് തീർച്ചയായിട്ടും നന്നായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ മന്ത്രി പറഞ്ഞത്, അങ്ങനെ വരുമ്പോൾ നമ്മൾ മറ്റ് ഓരോരുത്തരുടെയും ആളുകളെ കൂടി അതിൽ ചേർക്കേണ്ടി വരുമല്ലോ, അങ്ങനെ ബാലൻസ് ചെയ്യാൻ നമ്മുടെ പാഠപുസ്തകത്തിൽ താളുകൾ മതിയാവില്ല എന്നുള്ളത് കൊണ്ടാണെന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇങ്ങനെയാണ് കാണുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയവും മതവും ഒക്കെ മുന്നോട്ട് പോകുന്നത്. ഇതൊരു പരസ്പര സഹായ സഹകരണ സംഘം എന്നുള്ള നിലക്കാണ്. ഇവിടെയാണ്
ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്ന് പറയുന്ന സംഘം നിലവിലുണ്ടെങ്കിൽ അത് എത്രയോ ഗ്രൂപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാം ഇവരുടെ ബാധ്യത എന്തെന്ന് പറഞ്ഞാൽ, എനിക്ക് സംഘാടകരെ ഓർമ്മിപ്പിക്കാനുള്ളത്, നിങ്ങൾ ഇതൊരു മതചർച്ചാ വേദിയാക്കരുത്. ഇത് മൗലവിയെ കുറിച്ചുള്ള ഓർമ്മകളെ ജ്വലിപ്പിക്കുന്ന, മൗലവി എന്ന് പറയുന്ന ഒരു പ്രശ്നത്തെ സമൂഹത്തിന് മുന്നിൽ ജ്വലിപ്പിച്ചു നിർത്തുന്ന, മൗലവിയെ ഒരു രാഷ്ട്രീയ പ്രശ്നമാക്കി ഉയർത്തി കാണിക്കുന്ന വേദിയാക്കി ഈ വേദിയെങ്കിലും നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കണം. എന്നെപ്പോലുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഞാൻ ഇന്നത്തെ ഈ സ്റ്റേജിൽ ഇരിക്കുന്നത് വളരെ പ്രയാസത്തോടു കൂടിയാണ്. കാരണം എന്നെയൊക്കെ ഇരുത്തിയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ്, കണ്ടോ മുസ്തഫ മൗലവിയുള്ള സദസ്സിൽ വെച്ച് ഞങ്ങളത് പറഞ്ഞു എന്ന് നാളെ പറയാതിരിക്കാൻ വേണ്ടി ഞാനതൊക്കെ അങ്ങനെ ആലോചിക്കുന്നു. അതിനു വേണ്ടിയുള്ളൊരു വേദിയാക്കി നിങ്ങളിതിനെ മാറ്റരുത്. ഇത് ഇതൊരു വലിയ പ്രശ്നമാണ്. കേരളത്തിലെ ഓരോ മലയാളിയെയും, ഓരോ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഓരോ മലയാളിയെയും ബാധിക്കുന്ന നീറുന്ന ഒരു പ്രശ്നമാണ് മൗലവി പ്രശ്നം എന്ന് പറയുന്നത്. ഞാനൊരു ദിവസം എത്ര പ്രാവശ്യം മൗലവിയെ കേൾക്കുന്നുവെന്നോ, മൗലവിയെ കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ ചേകന്നൂർ മൗലവി എന്ന പേര് പലരും പറയുകയും അത് ആവർത്തിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട്. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയുന്നു, മുസ്തഫ മൗലവി എന്ന് പറയുന്ന ഞാൻ ഇന്ന് നടത്തുന്ന ഇസ്ലാമിനകത്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് വഴിതെളിച്ചിട്ടുള്ളത്, അതിന് എനിക്ക് ധീരമായി മുന്നോട്ട് പോകാൻ ഒരു തൻ്റെ ഇടം തന്നിട്ടുള്ളത് ചേകന്നൂർ മൗലവിയാണ്. മൗലവിയുടെ ആശയങ്ങളോട് ഞാൻ യോജിക്കട്ടെ വിയോജിക്കട്ടെ, അങ്ങനെ ഒരു മണ്ണ് പാകപ്പെടുത്തിയത് ചേകന്നൂർ മൗലവിയാണ്. അങ്ങനെയുള്ള മൗലവി ഈ ലോകത്തിൻ്റെ ഈ സംസ്ഥാനത്തിൻ്റെ ഒരു സജീവമായ പ്രശ്നമായി പുതിയ തലമുറയിൽ, ഇവിടെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ കുറച്ച് പെൺകുട്ടികളെ കാണുന്നു എന്നതിനപ്പുറത്ത് പുതിയ തലമുറക്കാരുമില്ല. പുതിയ തലമുറയുടെ ഇടയിലും രാഷ്ട്രീയം പഠിക്കുന്ന കുട്ടികൾക്കിടയിൽ ചേകന്നൂർ മൗലവി ഒരു പ്രശ്നമായി വരണം, രക്തസാക്ഷിയായി വരണം. അദ്ദേഹത്തിൻ്റെ തിരോധാനം പഠിപ്പിക്കപ്പെടണം. ഇനി കുറ്റവാളികളൊന്നും ശിക്ഷിക്കപ്പെടുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ വരണം. വിശ്വാസപൂർവം പുസ്തകം പുറത്തിറങ്ങിയപ്പോൾ അവിശ്വാസി എങ്ങനെയാണ് വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നത് എന്ന് ലോകമറിയണം. കൊണ്ടാടപ്പെടുന്ന പല ബിംബങ്ങളും മൗലവിയുടെ തിരോധാനത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ തകരുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിമിഷപ്രിയ ഒരു തുറുപ്പ് ചീട്ടാകാം അവസാന കാലത്ത്, ചിലപ്പോൾ ചക്ക വീണപ്പോൾ ചത്ത മുയലുമാകാം അത്. പക്ഷേ ഒരു നിമിഷപ്രിയയിൽ തീരുന്നതല്ല ആ കളങ്കം. ഇല്ലാ കഥകളിൽ അഭിരമിച്ച് തീർക്കാവുന്നതുമല്ല ആ ചതി, ആ വഞ്ചന എന്ന് പറയുന്നത്. നേർക്ക് നേരെ വന്ന് ഏറ്റുമുട്ടാൻ കെൽപ്പില്ലാത്ത ഷണ്ഡന്മാരാണ് മൗലവിയെ ഇല്ലായ്മ ചെയ്യാൻ മറവിൽ വന്ന് കൊണ്ടുപോയത് എന്ന് നമ്മൾ അറിയണം. ആ കഥകളാണ് യഥാർത്ഥത്തിൽ നാം പഠിപ്പിക്കേണ്ടത്. അതാണ് ഇങ്ങനെയുള്ള വേദികളിൽ ചർച്ചയാക്കേണ്ടത്. അല്ലാതെ വീണ്ടും മതം പറയാൻ ഞങ്ങളെ ഇനിയും വിളിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.